So let's continue. Page number 4, example 1. Consider the numbers the 4 raised to n, where n is a natural number. Check whether there is any value of n for which 4 raised to n ends with the digit 0. എന്താണ് 4 raised to n, അതായത് n നാച്ചുറൽ നമ്പർ ആണ്. n belongs to a natural number. നമുക്ക് 4 റൈസ് ടു എന്നിനെ 4 റൈസ് ടു 1 എന്ന് എഴുതാം, 4 റൈസ് ടു 2 എന്ന് എഴുതാം, അങ്ങനെ ഏത് നമ്പർ വേണം എഴുതാം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4 റൈസ് ടു n ഈക്വൽ ടു ഒരു നമ്പർ, ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കും. ആ അങ്ങനെയുള്ള നമ്പർ കിട്ടുന്ന ആ ഒരു എന്നിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 0 ലാസ്റ്റ് ഡിജിറ്റ് 0 വരണമെങ്കിൽ അതിന്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ ഏതൊക്കെ നമ്പേഴ്സ് വരും? 2 വരും, 5 വരും. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുകയാണ് 4 റൈസ് ടു n എന്ന് പറയുന്ന ഒരു ഫോർ എനി n വെയർ ടു എൻഡ് വിത്ത് ദ ഡിജിറ്റ് 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ദ നമ്പർ 4 റൈസ് ടു n ഫോർ എനി n വെയർ ടു എൻഡ് വിത്ത് ദ ഡിജിറ്റ് 0, then it would be divisible by 5. അപ്പൊ എന്തായിരിക്കും? 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും അല്ലെ? That is the prime factorization of 4 raised to n would contain the prime 5. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ അതിൽ ഏത് നമ്പർ ഉണ്ടായിരിക്കും? ഏത് പ്രൈം ഉണ്ടായിരിക്കും? 5 എന്ന പ്രൈം എന്തായാലും 4 raised to n ഫാക്ടറൈസേഷനിൽ ഉണ്ടായിരിക്കണം. പക്ഷേ ദിസ് ഇസ് നോട്ട് പോസിബിൾ ബിക്കോസ് 4 raised to n ഈസ് 2 the power 2n. എങ്ങനെ എഴുതാ? 2 raised to 2 എന്ന് പറയുന്നതാണ് 4 അല്ലെ? അപ്പൊ 4 raised to n എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 the power 2 and its power n. So it can be written as 2 raised to 2n. അപ്പൊ ഇതില് 2 raised to 2n എന്നാണ് പറയുന്നത്. അതായത് 2 ആണ് അതിലത്തെ ഓൺലി പ്രൈം ഫാക്ടർ. So there is no prime factor other than 2. So the only prime in the factorization of 4 raised to n is 2. So the uniqueness of fundamental theorem of arithmetic guarantees that there are no other primes in the factorization of 4 raised to n. So there is no natural number n for which 4 raised to n ends with the digit 0. Here is the conclusion. അതായത് 4 റൈസ് ടു എന്നിനെ നമുക്ക് 2 റൈസ് ടു 2n എന്ന് എഴുതാൻ സാധിക്കുമെങ്കിൽ അതിന്റെ നോ അതർ വേ ഓഫ് പ്രൈം ഫാക്ടറൈസേഷന്റെ നമുക്ക് വേറൊരു രീതിയിൽ 4 റൈസ് ടു എന്നിനെ നമുക്ക് ഒരു അതർ പ്രൈം ഫാക്ടേഴ്സ് ഇല്ല എന്നാണ് യുണീക്നെസ് ഓഫ് ഫണ്ടമെന്റൽ തിയറം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അവിടെ 2 അല്ലാതെ വേറൊരു പ്രൈം ഫാക്ടറും ഈ ഒരു 4 റൈസ് ടു എന്നിൽ വരുന്നില്ല, 5 വരുന്നില്ല. 5 വന്നാൽ മാത്രമാണ് നമുക്ക് 0 കിട്ടുന്നത്. അപ്പൊ 0 വരാത്തത് കൊണ്ട് എന്തായാലും ഈ 4 റൈസ് ടു എന്നിൽ ലാസ്റ്റ് 0 വരുന്ന ഒരു ഡിജിറ്റ് 0 വരുന്ന ഒരു നമ്പർ ഇല്ല എന്ന് പറയാം. അപ്പോൾ അടുത്തത് LCM HCF ആണ്. നമുക്ക് അതിനൊന്ന് റീകോൾ ചെയ്യാം. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. LCM എന്ന് പറയുന്നത് എന്താ? പ്രൊഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ്. അതായത് ഈ രണ്ട് നമ്പറിലും കോമൺ ആയിട്ടുള്ള സ്മോളസ്റ്റ് പവർ ഓഫ് കോമൺ പ്രൈം ഫാക്ടർ ആണ് HCF. ഇപ്പോൾ ഇതില് രണ്ട് ഫാക്ടറൈസേഷൻ തന്നിട്ടുണ്ട്. 6ന്റെയും 2ന്റെയും ഫാക്ടറൈസേഷൻ തന്നിട്ടുണ്ട്. 6 ഈക്വൽ ടു 2 the power 1, 3 the power 1 and 20 is 2 the power 2 and 5 the power 1. HCF എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ആണ്. ഇതില് രണ്ടിലുമുള്ള കോമൺ ഫാക്ടർ ഏതാണ്? 2 ആണ് അല്ലെ? ഈ 2 ആണ് രണ്ടിലുമുള്ള കോമൺ ഫാക്ടർ. അതിന്റെ സ്മോളസ്റ്റ് പവർ, അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പവർ ഏതാ വരുന്നത്? 2 റൈസ് ടു 1 ആണ് ആദ്യത്തെ സ്മോളസ്റ്റ് വൺ. അപ്പൊ
2 raised to 1 2 raised to 1 ഇതിലും ഉണ്ട്, 2 raised to 2ലും 2 raised to 1 ഉണ്ട്. സോ 2 raised to 1 is the HCF ആൻഡ് LCM എന്ന് പറയുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതായത് പ്രോഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ. അതെങ്ങനെയാ കണ്ടുപിടിക്കാം? അതെങ്ങനെയാണെങ്കിൽ ഇതില് 2ന്റെ ഫാക്ടർ ഇതിലുണ്ട്, ഇതിലും ഉണ്ട്. സോ 2ന്റെ ഫാക്ടറിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പവർ എന്ന് പറയുന്നത് 2 റൈസ് ടു 2 ആണ്. സോ 2 റൈസ് ടു 2 എടുത്തു. ഇനി അടുത്തത് 3 ആണ്, അടുത്ത ഫാക്ടർ എന്ന് രണ്ടിലുള്ളത്. അപ്പൊ 3 എടുത്തു. 3യുടെ ഹയസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് 3 റൈസ് ടു 1 ആണ്. ആൻഡ് നെക്സ്റ്റ് 5 ആണ് അടുത്ത ഫാക്ടർ ഉള്ളത്. 5ന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇതില് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 2ഉം 3യും 5 ആണ് ഇതിലത്തെ ഫാക്ടേഴ്സ്. അതിൽ 2ന്റെ ഹയസ്റ്റ് എന്ന് പറയുന്നത് 2 റൈസ് ടു 2 ആണ്. 3ന്റെ ഹയസ്റ്റ് എന്ന് പറയുന്നത് 3 റൈസ് ടു 1 ആണ്. ആൻഡ് 5ന്റെ ഹയസ്റ്റ് എന്നത് 5 റൈസ് ടു 1 ആണ്. അപ്പൊ ഇതാണ് LCM. HCF എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്ന ഹയസ്റ്റ് പവർ. സോ ഇതിലെ നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ് ഒരു രണ്ട് നമ്പേഴ്സിന്റെ HCFഉം LCMഉം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ HCF ഓഫ് AB multiplied by LCM of AB is the product of the numbers A into B. ഇതിൽ നിന്ന് ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് LCM ഉണ്ട്, രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് HCF കണ്ടുപിടിക്കാം. അതുപോലെ HCFഉം നമ്പേഴ്സും കിട്ടിയിട്ടുണ്ട്, അപ്പൊ നമുക്ക് അതിൽ നിന്ന് LCM കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ച് LCM കണ്ടുപിടിക്കുക, HCF കണ്ടുപിടിക്കുക, അങ്ങനത്തെ പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു മുന്നേ തന്ന ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. HCF ഓഫ് 6 and 20 is 2 and LCM of 6 and 20 is 60. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 2 into 60 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 120. ഇനി നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ, നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് 6 into 20 is equal to also 120. So the result is same. So HCF of AB into LCM of AB is equal to product of the numbers A and B. ഇതിൽ നിന്ന് നമുക്ക് LCMഉം HCFഉം കണ്ടുപിടിക്കാം. Here is a question. Find the HCF of 96 and 404 by prime factorization method. Hence find their LCM എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് HCF കണ്ടുപിടിച്ചിട്ട് അതുപയോഗിച്ച് LCM കണ്ടുപിടിക്കാം. അതാണ് ക്വസ്റ്റ്യൻ. സോ ആദ്യം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പ്രൈം ഫാക്ടറൈസേഷൻ ആദ്യം കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമ്പർ ഈസ് 96. 96ന്റെ ഫാക്ടേഴ്സ് വരുന്നത് 2 കൊണ്ട് ചെയ്യുമ്പോൾ 6 അല്ലേ, അപ്പോൾ 2 കൊണ്ട് ചെയ്യാം. 2 വെച്ച് ചെയ്യുമ്പോൾ 2 into 4 ആണ് വരുന്നത്. അപ്പോൾ 8 വരും. പിന്നെ 16 വരും ലാസ്റ്റ്. 16 എന്ന് പറയുമ്പോൾ 8 വരും. 4 8 വരും. അതിന് നമുക്ക് ലാസ്റ്റ് 2 8 അല്ലേ, അപ്പോൾ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ 2 4 24 കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 1 2 12 ആണ്. ഈസ് എൻ ഈവൺ നമ്പർ. 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 6 കിട്ടും. ഓൾസോ എൻ ഈവൺ നമ്പർ. 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. 3 is a prime number. So the factorization is 96 is equal to the prime factorization 2 raised to 5 into 3. ഇനി 404 ആണ് നെക്സ്റ്റ് തന്നിരിക്കുന്ന നമ്പർ. നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ എന്താ കേട്ടാ? 202 കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 101 വരും. ഈ 101 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 to the power 2 and 101. ഇതില്
സോ നമുക്ക് 96 equal to 2 the power 5 into 3, 404 equal to 2 the power 2 and 101 കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് HCF കണ്ടുപിടിക്കണം. ഈസ് ഈക്വൽ ടു ഇതിൽ ഹയസ്റ്റ് ആയിട്ട് രണ്ടിലുള്ള കോമൺ ഫാക്ടർ ഏതാ? 2 ആണ് കോമൺ ആയിട്ടുള്ള ഫാക്ടർ. അപ്പൊ 2 the power 5 ഉണ്ട്, 2 the power 2 ഉണ്ട്. അപ്പൊ അതിലത്തെ ഏറ്റവും സ്മോളസ്റ്റ് വൺ ഏതാ? 2 the power 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. സോ HCF ഈസ് 4. ഇനി ഈ HCF കിട്ടിയിട്ടുണ്ട്, നമ്പർ കിട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് LCM കണ്ടുപിടിക്കണം. ഇനി പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് LCM into HCF is equal to A into B ആണ്. Here LCM ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. LCM is equal to A into B divided by HCF. ഇതിലെ എയും ബിയും ഏതാ? 96 into 404 divided by HCF നമ്മൾ കണ്ടുപിടിച്ചു 4. So divided by 4, that is equal to 96 into ഈ 4ഉം ഈ 404ലും ഡിവൈഡ് ചെയ്ത് പോവും. സോ 101 multiplied by 96 is the answer. ഇതിൻ്റെ ആൻസർ എത്ര വരാം? 6 into 1 6, 6 into 0 0, 6 into 1 6, and 9 into 1 9, 9 into 0 9. So 6 9 6 9 is the answer. So we get 9696 is LCM, is the LCM of the numbers 96 and 404. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ HCF and LCM of 672 and 120 using the prime factorization method. So 6 എന്ന് പറയുന്നത് 2 into 3 ആണ്. 72ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താ? 72നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 വരും. സോ 2 into 3 6. സോ 1 2 12ന് വരുമ്പോൾ 6 വരും. Again 2 we get 18. Again 2 we get 9, and then 3 we get 3. So 2 raised to 3 into 3 raised to 2. So 72 is 2 raised to 3 and 3 raised to 2. അതുപോലെ 120ന്റെ ഫാക്ടറൈസേഷൻ എങ്ങനെയാ? 120നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 60 കിട്ടും. Again 2 30, again 2 15. So 15 5 3. So 2 the power 3, 3 the power 1, and 5 the power 1. So the prime factorization is 2 raised to 3 multiplied by 3 multiplied by 5. HCF of 672 and 120 equal to, ഇതിൽ 3 എണ്ണത്തിലും വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 വരുന്നുണ്ട്. അപ്പൊ ഇതില് 2 വരുന്ന നമ്പർ ഏതാണ്? 2 വരുന്നത് 2 വരുന്നുണ്ട്, 2 the power 1 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. സോ the least number is 2 raised to 1. 2 raised to 1 into 3 വരുന്നുണ്ട് ഇല്ലേ? 3യും കോമൺ ആയിട്ട് വരുന്നുണ്ട്. 3 the power 1, 3 the power 2, 3 the power 1. So the least number is 3 the power 1. So we have 2 into 3 equal to 6 is the HCF. ഇനി LCM എങ്ങനെ കണ്ടുപിടിക്കും? LCM of 672 120 എന്ന് പറയുന്നത് മൊത്തം ഏതൊക്കെ ഫാക്ടേഴ്സ് ഉള്ളത്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഇനി 2ന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ ഏതാ? 3. ഇനി 3യുടെ ഏറ്റവും ഹയസ്റ്റ് പവർ 2, 5യുടെ ഏറ്റവും ഹയസ്റ്റ് പവർ 1. സോ the LCM is 2 raised to 3 into 3 raised to 2
into 5 raised to 1. So we get 2 raised to 3 എന്ന് പറയുന്നത് 8 ആണ്. 8 into 3 the power 2, 9 into 5. That is 8 into 5, 40. So 40 into 9. 4 into 9 is 36. And multiplied by 10, that is 360. So LCM is 360 and HCF is 6. ഇനി ഇതിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. 6 into 72 into 120 which is not equal to HCF into LCM. അതായത് 3 നമ്പേഴ്സിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. ഓൺലി 2 നമ്പേഴ്സിൽ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി, അതായത് LCM ഓഫ് AB മൾട്ടിപ്ലൈഡ് ബൈ HCF ഓഫ് AB which is equal to multiplication of the numbers itself. അത് 2 നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമാണ് ഈ പ്രോപ്പർട്ടി ചെയ്യാൻ സാധിക്കുള്ളൂ. 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല.